സുഹൃത്തുക്കളെ നമസ്കാരം. വിരാട വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ ജംഗ്ഷൻ സീരീസിലെ അടുത്ത എപ്പിസോഡാണിത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കടവന്ത്ര ജംഗ്ഷനാണ് കണ്ടത്. കടവന്ത്ര ജംഗ്ഷനിൽ നിന്നും ദൂരേക്ക് നോക്കിയാൽ സൗത്ത് ഓവർബ്രിഡ്ജ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് സഹോദരൻ അയ്യപ്പൻ റോഡ് നീണ്ട് സൗത്ത് ഓവർബ്രിഡ്ജ് വഴി പള്ളിമുക്ക് ജംഗ്ഷനിലെത്തി തീരുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഓവർബ്രിഡ്ജിലാണ്, എറണാകുളം സൗത്ത് ഓവർബ്രിഡ്ജ്. ഇവിടെ മുതലാണ് എറണാകുളം സൗത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. ഈ കാഴ്ചകൾ തുടങ്ങിയ ഒരു നല്ല സ്ഥലത്താണ്. അവിടെ ഒരു ഗണപതി ബപ്പ നിൽക്കുന്നവിടെ അവിടെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായും അദ്ദേഹത്തെ കൂടെ വണങ്ങി വേണം ഇത് തുടങ്ങാനായിട്ട്. 3 പ്രാവശ്യം എന്നെ വിളിച്ചല്ലേ. ഈ കാണുന്ന ജംഗ്ഷൻ്റെ പേര്, ഇവിടുത്തെ പേര് വളഞ്ഞമ്പലം എന്നാണ്. ഈ സൗത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ളത്. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ ഇടവിട്ടാണ് പള്ളിമുക്ക് ജംഗ്ഷൻ. ഇവിടുത്തെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നാണ്. അത് തന്നെയല്ല, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലൊക്കെ ഇരിക്കുന്നത് ആ ജംഗ്ഷനാണ്. ഈ വളഞ്ഞമ്പലത്ത് തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം. ഇതാണ് വളഞ്ഞമ്പലം ദുർഗാദേവി ക്ഷേത്രം. പണ്ട് എറണാകുളം സിറ്റി നഗരാതിർത്തിയിലെ ഒരു വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. വളഞ്ഞമ്പലം ദുർഗാദേവി ക്ഷേത്രം. ഈ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഈ സൈഡിലൂടെ ആ കാറ് വരുന്ന വഴിയുണ്ട്, ആ ബസ് കിടക്കുന്ന വഴി, ലക്ഷ്മി കിടക്കുന്ന വഴി, അതാണ് ചിറ്റൂർ റോഡ്. ചിറ്റൂർ റോഡ് സഹോദരൻ അയ്യപ്പൻ റോഡിൽ വന്ന് ഇൻ്റർജെക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ വളഞ്ഞമ്പലം. ഈ വളവിലിരിക്കുന്ന ക്ഷേത്രമായതുകൊണ്ടായിരിക്കാം ഇതിനൊരു പക്ഷേ വളഞ്ഞമ്പലം എന്ന് പേര് വന്നത്. അപ്പോൾ നമുക്ക് ഇനി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാം. നേരെ മുമ്പോട്ട് കിടന്നത് ഇത് രവിപുരത്തിന് പോകുന്ന വഴിയാണ്. ഇലക്ട്രോണിക് സ്ട്രീറ്റൊക്കെ ഈ വഴിയിലൂടെയാണ്. നേരെ മുമ്പിൽ കാണുന്ന ആ ട്രാഫിക് വണ്ടികൾ കിടക്കുന്ന ജംഗ്ഷനാണ് പള്ളിമുക്ക് ജംഗ്ഷൻ. പള്ളിമുക്ക് ജംഗ്ഷനോട് ചേർന്ന് ഈ കാണുന്നതാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. കേരളത്തിലെ എനിക്ക് തോന്നുന്ന ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു മെഡിക്കൽ ട്രസ്റ്റ്. ഇന്നും വളരെ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഹോസ്പിറ്റലാണ്. ഇത് MG റോഡിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇത് നേരെ കിടക്കുന്നത് ഷൺമുഖം റോഡിലേക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് കിടക്കുന്നത് തേവര ഷിപ്പ്യാർഡ് അങ്ങോട്ടേക്കൊക്കെ നീട്ടുപോകുന്നു. ഇത് പള്ളിമുക്ക് ജംഗ്ഷൻ. കുറച്ച് മുമ്പോട്ട് നമുക്ക് MG റോഡിലൂടെ നടക്കാം കേട്ടോ. കാരണം ഇവിടെയാണ് ഇലക്ട്രോണിക് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലം ഇരിക്കുന്നത്. എന്താ ഇലക്ട്രോണിക്സ് സാധനങ്ങളും അല്ലെങ്കിൽ സ്പെയർ പാർട്സുകളും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇന്നൊരു ഞായറാഴ്ചയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് പൊതുവെ തിരക്ക് കുറവാണ്. അത് തന്നെയല്ല, രാവിലെ സമയമാണ്, കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഇതാണ് ഇലക്ട്രോണിക് സ്ട്രീറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും സാധന സാമഗ്രികൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഇലക്ട്രോണിക് സ്ട്രീറ്റിൻ്റെ ഭാഗങ്ങളാണ്. ഈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സഹോദരൻ അയ്യപ്പൻ്റെ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ പേര്
ചർച്ച് ലാൻഡിങ് റോഡ് എന്നാണ്. ഈ റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കായലിൻ്റെ തീരത്തേക്ക് എത്താൻ പറ്റും. മറൈൻ ഡ്രൈവിൻ്റെ ദൂരെ കാണുന്നതാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി, പള്ളിമുക്ക് ജംഗ്ഷൻ. പള്ളിമുക്ക് ജംഗ്ഷനിൽ ചർച്ച് ലാൻഡിങ് റോഡാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പള്ളിയുണ്ട്, ആ പള്ളി ഒന്ന് നോക്കിയിട്ട് പോകാം. ഫോർഷോർ റോഡിലേക്കാണ് ഈ റോഡിൽ ഒന്ന് കയറുന്നത് കേട്ടോ. ഇതിപ്പം ഇടയ്ക്കെന്തോ പണികളൊക്കെ ആയതൊന്ന് വൺ വേ ആയിട്ട് തിരിച്ചു വിട്ടേക്കാണ്. ഇതാണ് സെൻറ്റ് ജോർജ് റോമൻ കാത്തലിക് ചർച്ച്. ഇത് പള്ളിമുക്കിൽ തന്നെയാണ്. ആ ദൂരെ അകത്തോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ക്രെയിനൊക്കെ കാണാം. എം ജി റോഡിലൊരു സന്ദർശനം നടത്തി വരാം. എം ജി റോഡ് എന്ന് പറയുന്ന എം ജി റോഡും ഈ റോഡ് സഹോദരൻ അയ്യപ്പൻ റോഡും കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്, പള്ളിമുക്ക് ജംഗ്ഷൻ. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ നോർത്ത് ബ്ലോക്ക് എഴുതി വെച്ചിരിക്കുന്നു. രണ്ട് സൈഡിലും അതെ. ഇതാണ് എം ജി റോഡ്. എം ജി റോഡിലൂടെ നമുക്ക് കുറച്ച് ദൂരം പോയി നോക്കാം. എം ജി റോഡിലൂടെ ചെന്നിട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അല്ലെങ്കിൽ അപ്പുറത്ത് ചിറ്റൂർ റോഡിലൂടെ ക്രോസ് ചെയ്താലും മതിയായിരുന്നു. നമുക്കിപ്പോൾ എം ജി റോഡിലൂടെ പോകാം. ഈ ജംഗ്ഷനിൽ തന്നെ അംബിസ്വാമീസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് അംബിസ്വാമിയുടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഈ ജംഗ്ഷനിൽ തന്നെയാണ്. അംബിസ്വാമിയുടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ഇതാണ് കയർ ബോർഡിൻ്റെ ഓഫീസുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹെഡ് ഓഫീസാണ്. കയർ ബോർഡ് ഹെഡ് ഓഫീസാണ് ഇത് ഈ കാണുന്നത്. ഗാന്ധിജിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പിലൊരു ബസ് സ്റ്റോപ്പും ഉണ്ട് കേട്ടോ. പള്ളിമുക്ക് ബസ് സ്റ്റോപ്പാണ്. തൊട്ടക്കൽ അരി വിദ്യശാല, ഹുണ്ടായിയുടെ ഷോറൂം. എം ജി റോഡ് ഒരു കാലത്ത് എറണാകുളം സിറ്റിയുടെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഹബ്ബായിരുന്നു കേട്ടോ. ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം ഇരുന്ന റോഡ്. ഏറ്റവും ബിസി ആയിട്ടുള്ള റോഡാണ് എം ജി റോഡ്. ഇനി നമ്മൾ അടുത്ത കാണുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജോസ് ജംഗ്ഷനാണ് കേട്ടോ. ജോസ് ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു ദ്വാരക റെസിഡൻസി ഉണ്ട്, അവിടെയുണ്ട്. എം ജി റോഡ് ആണ് ഇത്. എം ജി റോഡിൽ ഇതാ അവന്യൂ റീജൻറ്റ് ഹോട്ടലാണ്. ഈ നേരെ മുമ്പിൽ കാണുന്നതാണ് ജോസ് ജംഗ്ഷൻ, സിലോൺ ബേക്ക് ഹൗസ്. എം ജി റോഡിന് പാരലായിട്ട് എം ജി റോഡിൻ്റെ കിഴക്ക് സൈഡിലൂടെ ആണ് ഈ ചിറ്റൂർ റോഡ് പോകുന്നത്. ചിറ്റൂർ റോഡും എം ജി റോഡും ബാനർജി റോഡിലാണ് ചെന്ന് കയറുക. ചിറ്റൂർ റോഡും ബാനർജി നോർത്തിൽ നിന്നും ബാനർജി റോഡ് തിരിഞ്ഞ് നേരെ വളഞ്ഞമ്പലം വരെ എത്തിച്ചേരുന്നതാണ് ചിറ്റൂർ റോഡ്. ആലപ്പാട്ട് ജുവലറി, ഗോൾഡ്, ഡയമണ്ട്സ്. എനിക്ക് തോന്നുന്നു ഇത് ആലപ്പാട്ടിൻ്റെ വളരെ പഴക്കമുള്ള ഒരു ഷോറൂമാണെന്ന് തോന്നുന്നു. പാർത്ഥാസ്. എം ജി റോഡിൻ്റെ ഒരു കാലത്തെ മുഖമുദ്രയായിരുന്ന സ്ഥാപനങ്ങളൊക്കെയാണ് പാർത്ഥാസ്, ജോസ് ബ്രദേഴ്സ്, പിന്നെ ഉള്ളത് വെട്ടുകാട്ടിൽ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും രാവിലെ ആയതുകൊണ്ടുമാണ് ഈ തിരക്ക് വളരെ കുറവ് പറ്റുന്നത്. അല്ലാത്ത സമയങ്ങളിൽ വളരെ ബിസി ആയിരിക്കും. ഷൂട്ടിങ്ങൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഈ സമയം തിരഞ്ഞെടുത്തത്. ഇതാണ് ജോസ് ജംഗ്ഷൻ. നേരെ കിടക്കുന്നത് എം ജി റോഡാണ്. ഇതാ ഈ വലത്തേക്ക് അല്ലെങ്കിൽ കിഴക്ക് സൈഡിലേക്ക് കിടക്കുന്നത് സ്വാമി ചിന്മയാനന്ദ റോഡ്. നമ്മുടെ ചിറ്റൂർ റോഡിനെ ക്രോസ് ചെയ്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന റോഡ്. ഈ റോഡ് ദർബാർ ഹാൾ റോഡാണ്. അപ്പം നമുക്ക് ആദ്യം റെയിൽവേ സ്റ്റേഷൻ കണ്ടുവരാം. അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സിൻ്റെ ഒരു വലിയ തുണിക്കട ഇപ്പോൾ ഇവിടെയുണ്ട്. വാലി പാർക്കറ്റ്
അവൈലബിൾ. ഡിഷ് ഇവിടെ ചിറ്റൂർ റോഡ് ഇൻ്റർസെക്ഷനാണ്. ചിറ്റൂർ റോഡ് ക്രോസ് ചെയ്യാണ് ഇവിടെ നിന്ന് ഇടത്തേക്കും വലത്തേക്കും, അതായത് വടക്ക് തെക്കായിട്ട് നീണ്ടു കിടക്കുന്നതാണ് ചിറ്റൂർ റോഡ്. നേരെ കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് കണ്ടോ, എറണാകുളം ജിംനേഷ്യം 1951 സ്ഥാപിക്കപ്പെട്ടതാണ്. പഴയ കെട്ടിടം ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കളിക്കുള്ളി AC ഒക്കെ വെച്ചിട്ടുണ്ട്. എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനാണിത് ഈ കാണുന്നത്. എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷൻ. ഞായറാഴ്ച രാവിലെ ആയിട്ടും തിരക്കിനൊരു കുറവില്ല കേട്ടോ. അപ്പോൾ വർക്കിംഗ് ഡേകളിലെ തിരക്കെന്തോ ആയിരിക്കും. പോലെ തിരക്കുള്ള ഇടുങ്ങിയ റോഡുകളുള്ള ഒരു സ്ഥലവും കൂടെയാണ് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ്. കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ കാണിക്കുന്ന ഒരു LED ബോർഡുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പണി പുതുക്കിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കാഴ്ചകൾ നമുക്കിവിടെ കാണാനില്ല. നന്നായി പണിത് കഴിയുമ്പോൾ നമുക്കൊരു വീഡിയോ ഇവിടെ ഒന്ന് എടുക്കാം, അത് പറയും. എന്നാലും നമുക്ക് ആ എൻട്രൻസൊക്കെ ഒന്ന് കണ്ടുവരാം. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് വാഹനങ്ങൾ വെളിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് വലിയ ബസ്സുകളൊക്കെ, ഇതൊക്കെ എന്തോ ഈ വണ്ടികളൊക്കെ അതെ ടൂറിസ്റ്റുകളെ പിക്ക് ചെയ്യാനാണ്. ട്രാവൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാപ്പ് ധരിച്ച ധാരാളം ആൾക്കാരുണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അൺറിസർവ് ടിക്കറ്റ് കൗണ്ടർ, ടിക്കറ്റ് കൗണ്ടർ, റിസർവേഷൻ ഓഫീസ്, അഡ്വാൻസ് റിസർവേഷൻ, കറണ്ട് റിസർവേഷൻ. ഈ ഓപ്പോസിറ്റാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രി. ഇവിടെയല്ല കേട്ടോ, കുറച്ചുകൂടെ പോകണം. ഈ റോഡ് കഫേ, ഹൈ ക്ലാസ് പ്യുവർ വെജിറ്റേറിയൻ. എന്താണോ ഹൈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കറിയാം അല്ലേ? നല്ല ഫുഡ് കൊടുക്കുക, വലിയ പൈസയ്ക്ക് കൊടുക്കുക, അതായിരിക്കും ഹൈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു ചരിത്രമുണ്ട് കേട്ടോ. 1902 എറണാകുളത്ത് ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അത് ഇവിടെ ആയിരുന്നില്ല, ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തിൻ്റെ നോർത്ത് സൈഡിലായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഹൈക്കോർട്ടൊക്കെ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു. അതിനുശേഷം 1932 ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് ചരിത്രം മാറി. അതിനുശേഷം കോട്ടയത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ആദ്യത്തെ വഴിയെന്ന് പറഞ്ഞാൽ ഷൊർണൂരിൽ നിന്നായിരുന്നു. ഷൊർണൂരിൽ നിന്നാണ് ഈ സ്ഥലത്തേക്ക് എറണാകുളത്തേക്ക് വണ്ടി വരുന്നത്. മഹാത്മാഗാന്ധിയൊക്കെ എറണാകുളത്ത് വന്നപ്പോൾ ഇറങ്ങിയ സ്ഥലം ഹൈക്കോടതിക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വീഡിയോ തീർച്ചയായും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് എറണാകുളം ജംഗ്ഷനാണ്. ഇതിന് 6 പ്ലാറ്റ്ഫോമുകളുണ്ട് കേട്ടോ. ഇവിടെ 6 പ്ലാറ്റ്ഫോമുകളാണ് ഈ ജംഗ്ഷനുള്ളത്. എറണാകുളത്ത് 2 റെയിൽവേ സ്റ്റേഷനാണുള്ളത്. എറണാകുളം ജംഗ്ഷനും എറണാകുളം നോർത്തും, അതായത് എറണാകുളം ടൗൺ സ്റ്റേഷൻ എന്ന് പറയപ്പെടും. റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇറങ്ങിപ്പോവാം. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ ലക്ഷ്യം എറണാകുളം ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം കാണുക എന്നുള്ളതാണല്ലോ, സൗത്ത് ജംഗ്ഷൻ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാം.
ഇവിടെ ധാരാളം ഇട റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ റോഡുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വീണ്ടും അപ്പുറത്തേക്ക് തിരിച്ച് MG റോഡിലേക്ക് എത്താം. കാരിയർ സ്റ്റേഷൻ റോഡ് ഇടയ്ക്കുള്ള റോഡുകളാണ്. ഇതിൽ ഇഷ്ടംപോലെ ലോഡ്ജുകളും ഇതൊക്കെ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിറ്റൂർ റോഡിലേക്ക് വീണ്ടും എത്തുവാണേ. ഈ ചിറ്റൂർ റോഡിൽ നിന്നും വലത്തേക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം ബസ് സ്റ്റേഷൻ കാണാം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ട സ്ഥിതിക്ക് നമ്മുടെ KSRTCയുടെ ബസ് സ്റ്റേഷനോടെ ഒന്ന് കണ്ടുപോകണ്ടേ, തീർച്ചയായും അല്ലേ. അപ്പോൾ നേരെ നമുക്ക് KSRTC കാണാം. ചിറ്റൂർ റോഡിലൂടെ വലത്തേക്ക് തിരിഞ്ഞാൽ ഇവിടെ നിന്നും വലത്തേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ, 1 കിലോമീറ്റർ കഷ്ടിയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നേരെ റെയിൽവേ സ്റ്റേഷനല്ല KSRTC ബസ് സ്റ്റേഷൻ്റെ അവസ്ഥയൊന്ന് കണ്ടുവരാം. KSRTC ബസ് സ്റ്റാൻഡ് മുമ്പോട്ട് ഇടത്തേക്ക് തിരിയുന്ന എല്ലാ റോഡുകളും MG റോഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളീ വന്നു നിൽക്കുന്നത് ഈയാറ്റിൽ ജംഗ്ഷനാണ്. ഈയാറ്റിൽ ജംഗ്ഷനിൽ നേരെ പോയ ചിറ്റൂർ റോഡ് തന്നെ ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാണുന്നതാണ് മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ട്. മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ട് ജംഗ്ഷനാണ്. ഇതാണ് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പച്ച വലകൾക്ക് അപ്പുറത്ത് കാണുന്നതാണ് മഹാരാജാസ് കോളേജ്. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം KSRTC ആയതുകൊണ്ട് നമുക്ക് ചിറ്റൂർ റോഡിലേക്ക് തന്നെ പോകാം. ഈ കാണുന്നതാണ് ഷേണായിസ് ജംഗ്ഷൻ, കാണുന്നത് ഷേണായിസ് തിയേറ്റർ. ഇത് കാലത്ത് എറണാകുളത്ത് സിനിമാ പ്രേമികളെ ഇതുപോലെ സ്വീകരിച്ച ഒരു തിയേറ്റർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മൾട്ടി തിയേറ്ററുകളായി ഷേണായിസും ലിറ്റിൽ ഷേണായിസും ഒരു കാലത്ത് 80കളിൽ 90കളിൽ അല്ലെങ്കിൽ 2000 വരെ ഇതൊരു ഹരമായിരുന്നു. നമ്മളൊക്കെ എത്രയോ സിനിമകളിലൂടെ വന്ന് കണ്ടിരിക്കുന്നു. IMCAയുടെ ഇൻ്റർനാഷണൽ ഹൗസ്, പിന്നെ താഴെ ഇൻസാഫ് ബാങ്ക് ഉണ്ട്, IMCA ജിമ്മുണ്ട്, IMCA റൂമുകളുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ മഹാകവി ഭരതിയാർ റോഡാണ്. ഭരതിയാർ റോഡിലൂടെ നമുക്ക് KSRTC ബസ് സ്റ്റേഷനിലേക്ക് എത്താം. നേരെ മുമ്പോട്ട് പോയാൽ ചിറ്റൂർ റോഡ് തന്നെ, അവിടെ നിന്ന് നമുക്ക് വലത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ KSRTCയിലേക്ക് എത്താം കേട്ടോ. MG റോഡിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. സണ്ണി ഡയമണ്ട്സ്. ഈ മുകളിൽ വട്ടത്തിൽ കാണുന്നില്ലേ, അത് പണ്ട് ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, ഒരു റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഷിക്കാഗോ എന്നെങ്ങാണ്ടായിരുന്നു അതിൻ്റെ പേര്. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. അതൊരു കറങ്ങുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു. ചിക്കാഗോ പ്ലാസ എന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര്. ഷിക്കാഗോ റെസ്റ്റോറൻ്റ് എന്നെങ്ങാണ്ടായിരുന്നു അതിൻ്റെ പേരെന്നാണ് തോന്നുന്നത്. ഈ നമ്മൾ നേരെ പോയാൽ നമുക്ക് KSRTCയിലേക്ക് എത്താം. ഈ നേരെ കാണുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ് കേട്ടോ. സെൻട്രൽ സ്റ്റേഡിയം ചുറ്റിയാണ് നമ്മൾ KSRTC സ്റ്റാൻഡിലേക്ക് എത്താറുണ്ട്. ഇനി നമ്മൾ കടക്കുന്ന റോഡിൻ്റെ പേര് KPM റോഡ് എന്നാണ് കേട്ടോ. റോഡിലൂടെ നമുക്ക് KSRTC സ്റ്റാൻഡിലേക്ക് എത്താം. അങ്ങനെ മുമ്പിൽ കാണുന്നതാണ് KSRTC. ആ കെട്ടിടമല്ല, ഇത് കാണുന്നത് ഹോട്ടൽ ലൂസിയ ഫാമിലി റെസ്റ്റോറൻറ്റ് ബാറ്. അത് കഴിഞ്ഞാൽ നേരെ മുമ്പിൽ കാണുന്നതാണ് KSRTC. പണ്ട് ഒരു കാലത്ത് കമ്മട്ടിപ്പാടം എന്ന് വിളിച്ചിരുന്ന സ്ഥലമാണ് ഈ KSRTC ബസ് സ്റ്റാൻഡും ഈ പരിസര പ്രദേശങ്ങളും ആ സ്റ്റേഡിയവും ഒക്കെ. 40 വർഷമായി നമ്മൾ ഈ എറണാകുളം കാണാൻ തുടങ്ങിയിട്ട്. എന്നൊക്കെ വന്നിറങ്ങുന്നൊരു സ്ഥലമായിരുന്നല്ലോ KSRTC സ്റ്റാൻഡ്.
ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ഈ കാണുന്ന ഓവർബ്രിഡ്ജൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കടവന്ത്ര എത്തും. കടവന്ത്രയ്ക്കുള്ള വഴിയാണിത്. ചില പെയിൻറ്റിങ്ങുകളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. KSRTC എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്. താൽക്കാലിക പരിഗണനയാണെന്ന് തോന്നുന്നു. ലേശം ഗ്രൗണ്ട് പൊക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. ഒരു ഐരാവത കിടക്കുന്നു. അതാണ് KSRTC ബസ് സ്റ്റേഷൻ. എന്തോ പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. ഇന്നും പോകാം. നമുക്കിനി ദർബാർ ഹാൾ ഗ്രൗണ്ട്, എറണാകുളത്തപ്പൻ ഇവയൊക്കെ കണ്ടു വേണം നമുക്ക് പോകാനുണ്ട്. അപ്പം നേരെ MG റോഡിലേക്ക് വീണ്ടും. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വീണ്ടും എറണാകുളം ജോസ് ജംഗ്ഷനിലെത്തി. ഇതാണ് ജോസ് ജംഗ്ഷൻ. നമുക്ക് MG റോഡിൽ ഒന്ന് നടന്നു നോക്കാം. കുറച്ച് ദൂരം മാത്രം. നമ്മൾ ചിറ്റൂർ റോഡിൽ പോയി നമ്മുടെ KSRTC ബസ് സ്റ്റേഷൻ കണ്ടു. തിരിച്ച് നമ്മൾ വീണ്ടും ഈ ജംഗ്ഷനിലെത്തി, ജോസ് ജംഗ്ഷൻ. അങ്ങനെ MG റോഡിലൂടെ നമ്മളൊന്ന് നടക്കുകയാണ്. ഭീമ ജുവൽസ് ഉണ്ട്, യുവറാണി റെസിഡൻസി ഉണ്ട്, ഇത് ത്രിഭുവൻ ദാസ് TBZൻ്റെ ഷോറൂമുണ്ട്, ഉടുപ്പി ആനന്ദ ഭവനുണ്ട്. ഇത് ഭീമ ജുവൽസ്, പൂജ സിൽവർ, ഓളക്കുളത്ത് റീജൻസി. ഈ ജംഗ്ഷൻ്റെ പേര് വുഡ്ലാൻഡ്സ് ജംഗ്ഷൻ എന്നാണ് കേട്ടോ. കളക്ടേഴ്സ് ബംഗ്ലാവ് റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. റോഡ് പോയി കഴിഞ്ഞാൽ കളക്ടേഴ്സ് ബംഗ്ലാവാണ്. ഇതിൻ്റെ അപ്പുറത്ത് വളരെ പഴക്കമുള്ള ഒരു ഗ്രാൻഡ് സെൻട്രൽ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്, ഒരു ഹോട്ടലുണ്ട്. നമുക്കതൊന്ന് കണ്ടുവരാം. അധോ മന്ദിരം ഹോള്, ആഞ്ജനേയ ക്ഷേത്രമാണിത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ഗ്രാൻഡ് ഹോട്ടൽ സിൻസ് 1963. ഇതാണ് ആ ഹോട്ടൽ. ഫോറിനേഴ്സൊക്കെ ധാരാളമുണ്ട് അവിടെ നിൽക്കുന്നുണ്ടോ. ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് തിരിച്ച് വീണ്ടും നമ്മളെ TDM ഹാൾ റോഡിലേക്ക് പോവാം. വീണ്ടും നമ്മൾ ജോസ് ജംഗ്ഷനിൽ വന്നു. ഇനിയും ദർബാർ ഹാൾ റോഡ് വഴി നടക്കുകയാണ്. ഇത് പണ്ടൊക്കെ സ്ഥിരം റേഡിയോ പരസ്യങ്ങൾ കേട്ടിട്ടുള്ള മഹാരാജ സൂപ്പർ മാർക്കറ്റ് ഇതാണ് കേട്ടോ. തുറന്നിട്ടില്ല, തുറക്കാൻ പോകുന്നതുള്ളൂ തോന്നുന്നു. ഞായറാഴ്ച ആണെങ്കിലും തുറക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ നേരെ TDM ഹാള് കാണുക, ദർബാർ ഹാൾ കാണുക, ദർബാർ ഹാൾ ഗ്രൗണ്ട് കാണുക, എറണാകുളത്തപ്പനെ കാണുക. ഓക്കെ, പോവാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കമേറിയ രാമവർമ്മ ക്ലബ്ബ്. ഫ്രണ്ടിൽ മുഴുവൻ സിനിമാ പരസ്യമാണെങ്കിലും അപ്പുറത്തെ സൈഡിലൂടെ നമുക്ക് കാണാം കേട്ടോ. രാമവർമ്മ ക്ലബ്ബ്. ഇതാണ് ക്ലബ് റോഡ്. Established in 1897, രാമവർമ്മ ക്ലബ്ബ്. അടുത്ത് തന്നെ അഗ്നിരക്ഷാ നിലയം, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുണ്ട്. തൊട്ടപ്പുറത്തെ കെട്ടിടമാണ്. ജില്ലാ വെറ്റിനറി കേന്ദ്രം എറണാകുളം. ഫയർ ആൻഡ് റെസ്ക്യൂ അഗ്നിരക്ഷാ നിലയം ഇതാണ്.
ഇതാണ് കളക്ടറേഴ്സ് ബംഗ്ലാവ്. ഇത് KSEBയുടെ ഓഫീസ്. കളക്ടറുടെ വസതി. പള്ളിപ്പാട്ടില്ല ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡ്. ഈ രാമവർമ്മ ക്ലബിൻ്റെ ഓപ്പോസിറ്റ് ക്ലബ് റോഡിൽ തന്നെ കാണുന്നതാണ് പ്രശസ്തമായ ദർബാർ ഹാള്. കൊച്ചി രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണിത്. ഇതിപ്പോൾ ഒരു ഈ മൂലയിൽ നിന്ന് ഈ കാണുന്നത് ദർബാർ ഹാൾ ഗ്രൗണ്ടാണ്. ദർബാർ ഹാൾ റോഡാണ്. ദർബാർ ഹാൾ റോഡിലൂടെയാണ് ഇതിൻ്റെ പ്രധാന എൻട്രി. ഇതാണ് ദർബാർ ഹാൾ ഗ്രൗണ്ട്. രാമവർമ്മ ക്ലബിൻ്റെ ഓപ്പോസിറ്റ് നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വലിയ വലിയ പരിപാടികളൊക്കെ നടത്തുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പുറത്ത് കാണുന്ന ആ കെട്ടിടമാണ് ദർബാർ ഹാള്. അതിപ്പോൾ ഒരു ആർട്ട് മ്യൂസിയമാണ്. ലളിതകലാ അക്കാദമിയുടെ സ്ഥിരം ആർട്ട് മ്യൂസിയമാണ്. അവിടെ നമുക്ക് എല്ലാ ദിവസവും തന്നെ എൻട്രി ഉണ്ട്. ഒന്ന് കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. പ്രാവുകൾക്കൊരാൾ തീറ്റ കൊടുക്കുന്നു. നല്ല മനോഹരമായ കാഴ്ചയാണല്ലേ. അതാണ് പ്രധാന ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദർബാർ ഹാൾ കാണാം, ഗ്രൗണ്ടും കാണാം. ദർബാർ ഹാൾ ആർട്ട് സെൻ്ററാണിത്. ഇവിടെ ഇപ്പോൾ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ICFK ലളിതകലാ അക്കാദമി ആൻഡ് ഖാച്ച ഫൗണ്ടേഷൻ ഇൻ്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിവൽ തുറന്നിട്ടില്ല. എൻട്രിയുടെ സമയമായിട്ടില്ല. ഈ കാണുന്നതാണ് എറണാകുളത്തപ്പൻ്റെ തെക്കേ നട. എറണാകുളം എന്നുള്ള പേര് വരാൻ കാരണക്കാരനാണ് ഇദ്ദേഹം കേട്ടോ, എറണാകുളത്തപ്പൻ. എരണയാർ എന്ന് പറഞ്ഞാൽ ശിവനെന്നാണ് അതിൽ അർത്ഥം. എരണയാർ കുളം എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഒരു കുളം ഇവിടെയുണ്ട്. അതിനെ കൂട്ടിച്ചേർത്താണ് എറണാകുളം എന്ന സ്ഥലമുണ്ടായത്. ഇത് 108 പരശുരാമ ക്ഷേത്രങ്ങളിലൊന്നാണ്. പരശുരാമ സ്ഥാപിച്ച 108 ക്ഷേത്രങ്ങളിലൊന്നാണ്. അതുപോലെ പടിഞ്ഞാട്ടേക്ക് ദർശനമായിട്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയാണ്. ഈ പ്രധാന വഴി ഇറങ്ങി നമ്മൾ ദർബാർ ഹാൾ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ മുമ്പിൽ കാണുന്നതാണ് TDM ഹാൾ. 1910 പറ്റ നിർമ്മിക്കപ്പെട്ടാണ്. എറണാകുളത്തെ ആദ്യത്തെ സിവിക് പരിപാടികളൊക്കെ നടത്താൻ, അതായത് പൊതുജനങ്ങൾക്ക് പരിപാടികളൊക്കെ നടത്താനുണ്ടാക്കിയ ആ ഹാളാണ്. ഇതിപ്പോൾ എറണാകുളം കരയോഗം എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1925 TDM ഹാൾ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര്. പ്ലാറ്റിനം ജൂബിലി ഓഡിറ്റോറിയം, TDM ഹാൾ, ഗംഗ എന്നൊക്കെ ഇതിനൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. വമ്പൻ പരിപാടികളൊക്കെ നടത്തുന്ന പഴയ കാല ഹാളുകളിൽ ഒന്നാണിത്. നമുക്ക് ദർബാർ ഹാൾ ഗ്രൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എറണാകുളത്തെ ഏതാണ്ട് എല്ലാ എക്സിബിഷനുകളും നടക്കുന്ന എറണാകുളത്തപ്പൻ ഗ്രൗണ്ടാണ്. നമ്മളിപ്പോൾ തെക്കേ നട കണ്ടു. തെക്കേ നടയുടെ ഗോപുരം നമുക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് നേരെ പടിഞ്ഞാറേ നടയിലേക്ക് പോകാം. അതിനുള്ളിൽ കിടക്കുന്ന സ്ഥലമാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ട്. ഇതാണ് തെക്കേ നടയുടെ ഗോപുരം. പുറത്ത് കാണുന്നതാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടും. ഇതാണ് എറണാകുളം ശിവ ടെമ്പിൾ സൗത്ത് ഗോപുരം. നമുക്ക് പടിഞ്ഞാറേ നടയിലേക്കാണ് പോകേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പടിഞ്ഞാട്ട് ദർശനമായിട്ടിരിക്കുന്ന ശിവനാണ്. മട്ടാഞ്ചേരിയിലെ പ്രശസ്തമായ കായിസ് ഹോട്ടൽ, കായിസ് ബിരിയാണി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു വലിയ ബ്രാൻഡ് നെയിമായി മാറിയ ബിരിയാണിയാണ് കായിസ് ഹോട്ടൽ. മട്ടാഞ്ചേരിയാണ്, പക്ഷേ ഇവിടെയും അതിൻ്റെ ബ്രാഞ്ചുണ്ട്.
ഇവിടെ ഇപ്പോഴും എല്ലാ സമയത്തും തന്നെ ഏതാണ്ട് എന്തെങ്കിലുമൊക്കെ പ്രദർശനങ്ങളൊക്കെ കാണും. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. എറണാകുളത്തപ്പൻ ഗ്രൗണ്ട്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാരത് ഹോട്ടലുണ്ട്. BTH എന്നാണ് അറിയപ്പെടുന്നത്, ഭാരത് ഹോട്ടൽ. വളരെ പഴക്കമുള്ള ഹോട്ടലാണ് BTH, വളരെ ഫേമസാണ്. ഈ BTH ജംഗ്ഷൻ എന്നാണ് ഈ ജംഗ്ഷനെ അറിയപ്പെടുന്നത്. IB അല്ലേ ഇപ്പോൾ ഇത് KSEBയുടെ IB ആണ്. ഈ ജംഗ്ഷനിൽ തന്നെ ഇതാണ് BTH ജംഗ്ഷൻ. നേരെ പോയാൽ നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് എത്തിച്ചേരും. ഇത് പാർക്ക് അവന്യൂ, സുഭാഷ് പാർക്കിൻ്റെ എൻട്രൻസ്. സുഭാഷ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്കൊക്കെ ഈ സൈഡിലാണ്. BTH ജംഗ്ഷനിലെ ഗാന്ധി പ്രതിമയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കായലിൻ്റെ തീരത്തൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഒന്ന് പോയി നോക്കി വരാം അല്ലേ. ഓഫീസ് ഓഫ് ദി ഓംബുഡ്സ്മാൻ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. പിന്നെ ഷെയറിങ്ങിനൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഫോർഷോർ റോഡ്. ഫോർഷോർ റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. ഈ റോഡ് നമുക്ക് നേരെ മെഡിക്കൽ ട്രസ്റ്റ് ഇരിക്കുന്ന പള്ളി മുക്കിലേക്ക് ചെന്ന് കയറാനായിട്ട് സാധിക്കും. ഈ റോഡിലാണ് കേരള സർക്കാർ പട്ടികവർഗ വികസന വകുപ്പ് മൾട്ടിപർപ്പസ് ഹോസ്റ്റൽ, പിന്നെ ഇതാ ട്രൈബ്സ് ഓഫ് ഇന്ത്യ. ഇതെന്താ ആർട്ട് മ്യൂസിയം അല്ലേ. ട്രൈബൽ കോംപ്ലക്സ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആർട്ട് മ്യൂസിയം എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. ഗദ്ദിക 2025 ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 4 വരെ നേരത്തെ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയുടെ എന്താ പറയുക, സ്വാഗത സംഘ ഓഫീസാണ്. അട്ടപ്പാടി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ ഓഫീസുണ്ട്. ഓക്കെ, ഈ കാണുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. നിരോധിത മേഖലയാണ്. ഇതാണ് സിഫ്നെറ്റ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന സ്ഥാപനം. ഇതാണ് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ് സിഫ്നെറ്റ്. ഇത് പള്ളിമുക്ക് വന്നു കഴിഞ്ഞാൽ നേരെ കിടക്കുന്ന റോഡിലൂടെ, ചർച്ച് ലാൻഡിങ് റോഡിലൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ വന്ന് കയറുന്ന ഈ റോഡിൻ്റെ പേര് ഫോർഷോർ റോഡ് എന്നാണ്. ഈ ഫോർഷോർ റോഡിലാണ് ഈ പറഞ്ഞ സിഫ്നെറ്റ് ട്രൈബൽ സെൻ്ററൊക്കെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നത് BTHൻ്റെ സൈഡിലൂടെ ആണ് ഈ ഫോർഷോർ റോഡിലേക്ക് നേരെ വന്നത്. ഇവിടെ ആൾക്കാർ മീനൊക്കെ പിടിക്കാനായിട്ട് വള്ളവും ഒക്കെ ആയിട്ടിരിക്കുന്നു. എല്ലാം കിട്ടുന്നുണ്ടോ? ഇല്ല. അത് ശരി. ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ വലിയ ചെമ്പല്ലി കിട്ടുമോ? ഓ അത് ശരി. എത്രയുണ്ടല്ലേ? കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ലേക്ക് സൈഡ് ക്യാമ്പസ് ആണ്. ഓക്കെ, നമുക്കിനി തിരിച്ച് പോവാം. നമുക്ക് എറണാകുളത്തപ്പൻ പടിഞ്ഞാറ് നട നമ്മൾക്ക് കാണണം. അത് കഴിഞ്ഞ് നമുക്കവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ സൗത്ത് ജംഗ്ഷൻ്റെ ഏതാണ്ട് കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. ഓക്കെ, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.
ചെയ്താൽ ഈ ചാനലിൽ വളരെ സന്തോഷമായിരിക്കും, എനിക്ക് സന്തോഷമായിരിക്കും, നിങ്ങൾക്ക് പുതിയ പുതിയ ചെറിയ ചെറിയ കാഴ്ചകൾ കൊണ്ട് കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇത് പാർക്ക് അവന്യൂവിൽ രാജേന്ദ്ര മൈതാൻ കഴിഞ്ഞാലാണ് സുഭാഷ് പാർക്ക്. അതിൻ്റെ ഓപ്പോസിറ്റ്, ഈ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് എറണാകുളത്തപ്പൻ്റെ പടിഞ്ഞാറേ നട കാണാനായിട്ട് സാധിക്കും. എറണാകുളം ശിവക്ഷേത്രം, എറണാകുളത്തപ്പനാണ്, എറണാകുളത്തപ്പൻ ഹാൾ, എറണാകുളത്തപ്പൻ എന്നിവ വാടകയ്ക്ക് ലഭിക്കുന്നു. ഈ എറണാകുളത്തപ്പൻ്റെ മുമ്പിൽ വെച്ച് നമ്മളുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എറണാകുളം ജംഗ്ഷൻ്റെ കാഴ്ചകൾ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും അടുത്ത ജംഗ്ഷനും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെയും എല്ലാവർക്കും ബായ്.